പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സമയം അരിഞ്ഞ് ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ ക്യാബേജ് തോരൻ അരിഞ്ഞ് കിട്ടാനുള്ളൊരു ടിപ്പാണ് ക്യാബേജ് മാത്രമല്ല, ക്യാരറ്റ്, ബീട്രൂട്ട് അതുപോലുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല, ഇതിൽ നിന്നൊരു 1/4 ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാനിതാ ഒന്ന് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാൻ ഒരു ഭാഗം മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു പീസേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കണ്ടം തുണ്ടായിട്ട് വെട്ടിയിട്ട് കൊടുക്കാം. പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇത്. വെജിറ്റബിളൊക്കെ ഒരുപാട് സമയം നമ്മൾ അരിഞ്ഞിരുന്ന് കിച്ചണിൽ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ചോപ്പറും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ചോപ്പറിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല എളുപ്പമാണ്. അങ്ങനത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജൊക്കെ ഒന്ന് കൊണ്ടുപോയി നല്ലപോലെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളും ഇതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി നമുക്ക് ഇതുപോലെ തന്നെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇനി ഇതാ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് തോരനിൽ തേങ്ങയൊക്കെ ചേർക്കുന്നവരുണ്ടാവും. ഈ തേങ്ങ ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കൈവച്ച് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറേശ്ശായിട്ട് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അടിച്ചെടുക്കരുത്. പൾസ് മോഡിലിട്ട് ഒരു 2-3 തവണ ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി. മൂടി വെച്ചതാ നമുക്ക് ഇതൊന്നങ്ങ് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതാത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിൽ അറിയാതെ കിടക്കുന്ന വലിയ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത തവണ പൾസ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്യാബേജ് അരിഞ്ഞ് പിന്നെ അതിലേക്കുള്ള പച്ചമുളകും ഉള്ളിയൊക്കെ അതൊക്കെ വേറെ അരിഞ്ഞ് പിന്നെ തേങ്ങയൊക്കെ ഒതുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമല്ലോ. പക്ഷേ ഇതെന്ന് പറയുമ്പം എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരുമിച്ചിട്ട് പൾസ് ചെയ്തെടുക്കുമ്പോൾ ജോലിഭാരം നമുക്ക് ഒരുപാട് കുറയും. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ തോരന് വേണ്ടി ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ നമുക്ക് തോരൻ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ക്യാബേജും അതിൻ്റെ ചേരുവകളെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൂടി വയ്ക്കുക, അത്ര പണിയേ ഉള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ശേഷം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കൂടെ ചെയ്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഈ ഒരു രീതിയിൽ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് കണ്ടില്ല, ഒരു 5 മിനിറ്റൊക്കെ തന്നെ മതിയിട്ട് നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയി കിട്ടും. ഇതിപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല ഉലർന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാബേജിൽ തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.